ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതൊരു കല്യാണത്തിലാണ്. കാപ്പി കളർ പട്ട് സാരി ഉടുത്തിരിക്കുന്നത് എൻ്റെ മേമയാണ്. മേമയുടെ മോളുടെ കല്യാണമാണ്. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളാങ്കല്ലൂർ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ താലക്കാരൊക്കെ റെഡിയാണ്, എല്ലാവരും നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ചെക്കനെയും പെണ്ണിനെയും ഒക്കെ വരവേൽക്കാനുള്ള പുറപ്പാടിലാണ്. അതുകൊണ്ട് താലമൊക്കെ പിടിച്ച് എല്ലാവരും സെറ്റാണ്. അപ്പോൾ ചെക്കനൊക്കെ വന്നിട്ടുണ്ട്. മേമ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വാരി വിതറുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ താലമൊക്കെ ആയിട്ട് നമ്മളുടെ പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഫൈനലി പെണ്ണും എത്തി. അങ്ങനെ നമ്മളുടെ കെട്ടൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി കല്യാണമായിരുന്നു. പിന്നെ നമ്മൾ കല്യാണ വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചും ചില്ല ചെയ്തൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളുടേതായ കുറച്ച് ഫോട്ടോസും ഫാമിലി ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ കുറച്ച് നല്ല സമയങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ബ്രദറാണ്, അവനെനിക്ക് പൂവൊക്കെ ശരിയാക്കി തരികയാണ്. ഈ സാരിയുടെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. സാരീസ് ബൈ കല്യാണി എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സാരിയാണ്. നല്ല സൂപ്പർ സാരിയാണ്. അതിന് ഉടുക്കാൻ വേണ്ടി ഭയങ്കര സുഖമായിരുന്നു. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഒരുപാട് കളേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസായിരുന്നു. തലേ ദിവസവും ഇവർ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. കാണാത്തവരെന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണേ. അതുപോലെ നമ്മളുടെ ഡാൻസ് കണ്ടിന്യൂ ചെയ്യാണ്. എനിക്ക് തീരെ വയ്യായിരുന്നു, പനിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റിസപ്ഷനൊക്കെ നന്നായിട്ട് മിസ് ചെയ്തു. ഞാൻ കല്യാണത്തിന് രാവിലെ മാത്രമാണ് പോയത്, റിസപ്ഷനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ അധികം നേരം സംസാരിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. സദ്യ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.